റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ നസബ് പഠിക്കലും ഒരു ആവശ്യമാണ്. അവരെ തറവാട് പഠിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. ബഹുമാനപ്പെട്ടവരുടെ തറവാട് പഠിക്കുക എന്നത് അവരുടെ ഒരാവശ്യമാണ്. ഞാൻ അവരുടെ തറവാട്, അവരുടെ പരമ്പര വായിക്കാം. ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ ഇസ്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം സാലിഹ് ഹുസൈനി റളിയല്ലാഹുവിന്റെ തറവാട്, അവരുടെ കുടുംബ പരമ്പര വായിക്കുകയാണ്. ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി ഇബ്നു യൂനുസ് ഇബ്നു മുഹമ്മദ് അൽ അവൽ ഇബ്നു യൂനുസ് ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൽ മക്കി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ ഹക്കീം ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഇബ്രാഹിം ഇബ്നു സാലിം ഇബ്നു അബ്ദുൽ വാസിഅ ഇബ്നു അബ്ദുർ റഹ്മാൻ ഇബ്നു അബ്ദുൽ മുൻഇം ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുൽ മുഅ്മിൻ ഇബ്നു അബി യഹ്യ ഇബ്നു സക്കരിയ അൽ വലി القاسم ابن هاشم ابن أبي عمر عثمان ابن عبد الدائم ابن محمد العاقب ابن عبد الغفار ابن عبد الملك ابن عبد القادر ابن جعفر ابن محمد الباقر ابن علي زين العابدين ابن السيد حسين ابن الإمام علي بن أبي طالب ابن അതായത് من سلالة فاطمة البتول الزهراء ബിൻതി നബിയിൽ മുസ്തഫ സുബ്ഹാനല്ലാഹ്. ഇതാണ് പറയാൻ സ്ഥലങ്ങൾ. മനസ്സിലായ പറഞ്ഞത്? നിറഞ്ഞ വിജ്ഞാനം. ഏതോ അൽവികുട്ടിനോനല്ല. ഹിർക്കൽ പോലും സഹീഹുൽ ബുഖാരി പോലും ആ സംഭവം രേഖപ്പെടുത്തി. വകദാലിക്കൽ അംബിയാക്കൾ വലിയ തറവാട്ടുകാരായിരിക്കും. വലിയ തറവാട്ടുകാരെ അംബിയാക്കൾ ഉണ്ടാവും. ഇത് വാരിസുൻ നബിയ, എല്ലാം നിറഞ്ഞ ഇൽമ്, നിറഞ്ഞ തറവാട്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമനായ പേരക്കുട്ടി വാരിസുൻ നബി. നിങ്ങൾ ചിന്തിക്കണം. ഇത് ബാപ്പാന്റെ തറവാടാണ് ഈ പറഞ്ഞത്. അതായത് ബഹുമാനപ്പെട്ടത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഇബ്നു യൂനുസ് ഇബ്നു മുഹമ്മദ് അൽ അവൽ ഇബ്നു യൂനുസ് ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൽ മക്കി. ഇത് ബാപ്പാടെ തറവാടാണ് ഈ പറഞ്ഞത്. ഇനി ഉമ്മയുടെ തറവാടോ? ഉമ്മ വഴിയോ? ഉമ്മ വഴിയോ? അവരുടെ ഉമ്മ വഴിയുള്ള തറവാട് പറയാം. ബാപ്പ വഴിയാണ് പറഞ്ഞത്. ഇനി ഉമ്മ വഴിയും പറയാം. ബാപ്പന്റെ തറവാടും ഉമ്മാന്റെ തറവാടും കൂടെ യോജിക്കുക. ബാപ്പാന്റെ തറവാടും ഉമ്മാന്റെ തറവാടും കൂടെ യോജിക്കുകയാണ്. എവിടെ? മൂന്നാമത്തെ വല്യാപ്പയിൽ യോജിക്കുക. ബാപ്പാന്റെ തറവാടും ഉമ്മാന്റെ തറവാടും കൂടെ മൂന്നാമത്തെ വല്യാപ്പയിൽ യോജിക്കുന്നുണ്ട്. അതായത് ചിന്തിക്കണം. ഉമ്മാടെ പരമ്പര ബാപ്പാടെ പരമ്പരയുമായി യോജിക്കുകയാണ്. എവിടെ വെച്ച്? അതായത് ബഹുമാനപ്പെട്ടവരുടെ മൂന്നാമത്തെ വല്യപ്പയിൽ വെച്ച് ഉമ്മയും ബാപ്പയും ഒറ്റ തറവാടായി മാറും. അതായത് അവരുടെ ഉമ്മ അസ്സയ്യിദ ഫാത്തിമ അൽ ബത്തൂൽ, ഉമ്മാന്റെ പേരും ഫാത്തിമ ബത്തൂൽ. വല്യമ്മ, ഏറ്റവും ആദ്യത്തെ വല്യമ്മാന്റെ പേരും എന്തെന്നെ? ഫാത്തിമ അൽ ബത്തൂൽ. ഫാത്തിമയുടെ പേരക്കുട്ടിയാണ്. അബൻ ഉമ്മൻ. ബാപ്പാന്റെ തറവാടപ്പം നമ്മൾ വായിച്ച അപ്പാന്റെ പരമ്പര. ഉമ്മാന്റെ പരമ്പര. ഉമ്മാന്റെ പരമ്പര കൂടുതൽ ബുദ്ധിമുട്ടില്ല. മൂന്നാമത്തെ പരമ്പരയിൽ ഉമ്മാന്റെ പരമ്പര എവിടെ കയറും? ബാപ്പയിൽ കയറും. പിന്നെ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു വരെ ഒറ്റ പരമ്പരയാവുമല്ലോ. മനസ്സിലായില്ല? ഇവരുടെ ഉമ്മ ഫാത്തിമ അൽ ബത്തൂൽ, അവരുടെ ഉമ്മ ഷെയ്ഖ് ഷരീഫ് മുഹമ്മദ് അൽ ബഷീർ, അവരുടെ ഉപ്പ. അതായത് അവരുടെ ഉമ്മയുടെ ഉപ്പ, അവരുടെ ഉമ്മ ഫാത്തിമ അൽ ബത്തൂൽ, അവരുടെ ഉപ്പ ഷെയ്ഖ് ഷരീഫ് മുഹമ്മദ് അൽ ബഷീർ, അവരുടെ ഉപ്പ അബ്ദുറഹ്മാൻ ഇബ്നു സിദ്ദീഖ്, അവരുടെ ഉപ്പ ഇബ്രാഹിം, അവരുടെ ഉപ്പ മുഹമ്മദ് അൽ മക്കി. നേരത്തെ ഇവിടെ ഞാൻ വായിച്ചു. എന്ത് വായിച്ചു? ബഹുമാനപ്പെട്ടവരുടെ തറവാട് വായിച്ചപ്പോൾ മുഹമ്മദ് അൽ മക്കി തങ്ങൾ ഞാൻ ഊന്നി വായിച്ചു. എന്തുകൊണ്ട്? അത് രണ്ടും കൂടെ ഒന്നാവുന്നൊരു സ്ഥലം വരാൻ പോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ബാപ്പാന്റെ തറവാടും ഉമ്മാന്റെ തറവാടും കൂടെ ഒരു പോയിന്റിൽ ഒന്നാവും. അതായത് ഉമ്മ ഫാത്തിമത്തുൽ ബത്തൂൽ, അവരുടെ പിതാവിന്റെ പേരാണ് എന്ത്? മുഹമ്മദ് അൽ ബഷീർ, അവരുടെ പിതാവ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സിദ്ദീഖ്, അവരുടെ പിതാവ് ഇബ്രാഹിം, അവരുടെ പിതാവ് മുഹമ്മദ് അൽ മക്കി ഇബ്നു ഉമർ അൽ ഹുസൈനി. അപ്പം നമ്മൾ ഇവിടെ കണ്ടല്ലോ എന്ത്? പിന്നെ ഇബ്രാഹിം സാലിഹ് തങ്ങളുടെ ബാപ്പ യൂനുസ്,
അവരുടെ ബാപ്പ മുഹമ്മദുൽ അവ്വല്. ഇബ്രാഹിം തങ്ങളുടെ ബാപ്പാന്റെ പേര് യൂനിസ്. ആദ്യത്തെ വല്യാപ്പ മുഹമ്മദുൽ അവ്വല്, രണ്ടാമത്തെ വല്യാപ്പ യൂനിസ്, മൂന്നാമത്തെ വല്യാപ്പ ഇബ്രാഹിം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇബ്രാഹിം സാലി തങ്ങളുടെ ബാപ്പാടെ പേര് യൂനിസ്. ആദ്യത്തെ വല്യപ്പ മുഹമ്മദുൽ അവ്വല്, രണ്ടാമത്തെ വല്യപ്പ യൂനിസ്, മൂന്നാമത്തെ വല്യപ്പ ഇബ്രാഹിം, നാലാമത്തെ വല്യപ്പ മുഹമ്മദുൽ മക്കി. അപ്പൊ ഇബ്രാഹിം സാലിയാണ് ബാപ്പ വഴിക്ക് നാലാമത്തെ വല്യപ്പയാണ് ആര്? മുഹമ്മദുൽ മക്കി. ഇനി ഉമ്മാനെ കണ്ടോളൂ. ഉമ്മാന്റെ ആദ്യത്തെ വല്യപ്പ, ഉമ്മാടെ ആദ്യത്തെ വല്യപ്പ ആദ്യത്തെ വല്യപ്പ അബ്ദുറഹ്മാൻ, രണ്ടാമത്തെ വല്യപ്പ സിദ്ദീഖ്, മൂന്നാമത്തെ വല്യപ്പ ഇബ്രാഹിം, നാലാമത്തെ വല്യപ്പ നാലാമത്തെ വല്യപ്പ മുഹമ്മദുൽ മക്കി. അപ്പൊ രണ്ടാളുടെയും നാലാമത്തെ വല്യപ്പ ആരാ? മുഹമ്മദുൽ മക്കി. മുഹമ്മദുൽ മക്കിയുടെ ബാപ്പ ആരാ? ഉമറുൽ ഹുസൈനി. അപ്പോ മനസ്സിലായില്ലേ? നാലാമത്തെ വല്യപ്പയാണ് ആര്? മുഹമ്മദുൽ മക്കി. മുഹമ്മദുൽ മക്കി മുതൽ മക്കിന്റെ നേരെ മേലക്കറിയ ഉമറുൽ ഹുസൈനിയാണ്. അപ്പൊ അത് മുതൽ ഏതുവരെ? ഫാത്തിമ ബിബി റളിയല്ലാഹു മുസ്തഫ നബി വരെ ഒരു പരമ്പരയിലാണ് ആരുള്ളത്? അപ്പൊ അപ്പൻ വ ഉമ്മൻ ഷരീഫാണ്. അപ്പൻ വ ഉമ്മൻ ഷരീഫിനി ഖദ് ഇജ്തമാ. അങ്ങനെ ഒരു വരിയുണ്ടല്ലോ ഖുതുബിയത്ത്. മനസ്സിലായില്ലേ? അൻതൽ ഹുസൈനി വൽ ഹസനി കുന്തമാ അബൻ വ ഉമ്മൻ ഷരീഫിനി ഖദ് ഇജ്തമാ വകുൻത ശംസൻ വബദ്റൻ നൂറൻ ഇൽതമാ. വരിയുണ്ടല്ലോ ഖുതുബിയത്തിൽ. അബൻ വ ഉമ്മൻ ഷരീഫാണ്. നാലാമത്തെ വല്യപ്പോ രണ്ടാക്കും ഒന്നാണ്, മുഹമ്മദുൽ മക്കിയാണ്. അത് മുതൽ ഒറ്റ തറവാടാണ് ലാസ്റ്റ് വരെ മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വത്തിൽപ്പെട്ടതാണ് എന്ത്? ആ മനുഷ്യൻ എന്തുണ്ടാവണം? തറവാട് ഉണ്ടാകണം. സ്വന്തം ഷെയ്ഖിൽ നിന്ന് ബൈഅത്ത് ചെയ്തതിന് ശേഷം ഷെയ്ഖ് പിൽക്കാലഘട്ടത്തിൽ ശിഷ്യനിൽ നിന്ന് ബൈഅത്ത് ചെയ്തു. എന്തുകൊണ്ട്? ശിഷ്യൻ അത്രയും വലിയ തറവാട്ടുകാരനാണ്. മനസ്സിലായില്ല? ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ ഒരിക്കൽ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ആരിൽ നിന്ന്? ശിഷ്യനിൽ നിന്ന്. മനസ്സിലായില്ല? എന്തുകൊണ്ട്? അത്രയും വലിയ തറവാട്ടുകാരനാണ് ആര്? ശിഷ്യൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബൈഅത്ത് സ്വീകരിച്ചു, ശിഷ്യന്റെ മുരീദായി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രയും വലിയ ആളാ. അബൻ വ ഉമ്മൻ ഷരീഫാണ്. ഉമ്മാന്റെ വഴിക്കും ബാപ്പാന്റെ വഴിക്കും ഷരീഫാണ്. ഷറഫാക്കപ്പെട്ട പരമ്പരയിലാണ് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന തൗഫീഖില്, ആ തൗഫീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹു നമുക്ക് കാണിച്ചു തന്നെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൗഫീഖാണ്. ഇത് മലയാളക്കരക്ക് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാതെ നമുക്ക് കഴിഞ്ഞ് വഫാത്തായതിനു ശേഷം നമ്മൾ അനുശോചന യോഗത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ നേരത്തെ പറയേണ്ടത് പറയുമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളെ നമ്മൾ പഠിക്കണം. ഇനി അവരുടെ ഗ്രന്ഥങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു, അവരുടെ വിജ്ഞാനം, അവരുടെ പരമ്പരയിൽ നിന്ന് അവർക്ക് കിട്ടിയതും പുറത്തെ മശായിഖന്മാരിൽ നിന്ന് കിട്ടിയതുമായ വിജ്ഞാനങ്ങൾ, അവരുടെ മശായിഖുമാർ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ചകൾ നമ്മൾ കൊണ്ടുവരും. റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇത് വലിയ താല കൊടുക്കേണ്ട വിഷയമായതുകൊണ്ട് കുറേ പറയേണ്ട ആവശ്യം ഇതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഇതൊരു ഭാഗ്യമാണ്. ഇത് പറയായിരുന്നു അങ്ങനെ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്ലാസ്സിനെങ്കിലും ഇരുത്തിയിലുള്ള സന്തോഷം കൊണ്ടാണ് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ കരഞ്ഞു പോയത്. എന്തുകൊണ്ട്? ഞാനിതിന് അർഹനായ ഒരാളല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതല്ലാത്തവരും ചിലപ്പോൾ കയറ്റിയിട്ടും അതുകൊണ്ടൊരു ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ യോഗ്യനല്ല. എന്തുകൊണ്ട്? ആ മഹാൻ അറിയുന്ന വിജ്ഞാനത്തിൻ്റെ ശാഖകളെക്കുറിച്ചുള്ള വിവരം പോലും എൻ്റെ കയ്യിൽ ഇല്ല. വിജ്ഞാനമല്ല, വിജ്ഞാന ശാഖകൾ, എന്തൊക്കെ വിജ്ഞാനങ്ങൾ എനിക്കറിയില്ല. അപ്പം ആ മനുഷ്യനെ കുറിച്ച് ഞാൻ എത്ര പരിചയപ്പെടുത്തിയാലും അത് ഏറ്റവും ചെറിയ പരിചയപ്പെടുത്തലേ ആകൂ. അവർക്കറിയുന്നതിൻ്റെ 7 അയലത്ത് അവർ വിജ്ഞാനത്തിൻ്റെ വലിയ വലിയ ഖജനാവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഖജനാവുകളിലുള്ള വിജ്ഞാനങ്ങളല്ല, ആ ഖജനാവുകളെ പറ്റി പോലും നമുക്ക് അറിയില്ല.
പത്തായത്തിൽ എന്തുണ്ട് എന്നല്ല, പത്തായത്തിൽ എന്തുണ്ട് എന്നത് ഒരു വിവരമാണ്. പത്തായത്തിൽ എന്തുണ്ട് എന്ന് അറിയണ്ട, പത്തായങ്ങൾ അറിയാം. ഇത്ര പത്തായം ഉണ്ട് അതും അറിയില്ല. അപ്പൊ ഞാൻ എത്ര ഷേഖ് ഇബ്രാഹിം സാലി തങ്ങളെ പരിചയപ്പെടുത്തിയാലും അത് നാഖിസായി പരിചയപ്പെടുത്തലേ ഉള്ളൂ. എന്തുകൊണ്ട്? അതിൻ്റെ ഏഴയലത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് പോലും അറിയൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ തൗഫീഖുള്ള ഒരു മജ്ലിസാണിത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ചയും നമ്മൾ ഇതിന്റെ ബാക്കി പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിച്ചാൽ ഇതിൽ ഈ 2-3 ക്ലാസ്സിൽ ആ മഹാന്റെ മഹത്വത്തിന്റെ നുബുദ ഒരല്പമെങ്കിലും പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശം. പിന്നെ ബഹുമാനപ്പെട്ട ഷേഖുൽ ഇസ്ലാം മഹാനായ ഷേഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ പറഞ്ഞതുപോലെ വത്ലുബ് മുറബ്ബിയൻ ഖബീറൻ നാസിഹാ കമീല ഉർഫാനിൻ ഇമാമൻ സാലിഹാ. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതിനൊക്കെ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും ജനങ്ങൾക്ക് വഴി അറിയൂല. ജനങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം വഴി അറിയില്ല. ആരെ പിടിക്കണമെന്ന് അറിയില്ല, അതറിയൂല. അപ്പൊ ജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലെങ്കിലും ഞാനൊരു സബബായല്ലോ, നാളെ ഇനി എന്താന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് മനസ്സിലായി ചിന്തിക്കണം. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ളുഹാ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ ഒരു വലിപ്പത്തരം പറയില്ല. ളുഹാ നിസ്കരിക്കുക ഒരു വലിപ്പത്തരം അല്ലല്ലോ. നിസ്കാരം കഴിഞ്ഞപ്പോൾ കരഞ്ഞു, എന്തുകൊണ്ട് പ്രശ്നം, നീ എന്തേ ഇന്നതിനെ തിരഞ്ഞെടുത്തു എനിക്കറിയൂല. ഒരു ക്ലാസ്സിലെങ്കിലും തൗഫീഖ് തരണം, നാളെ എന്താ എനിക്കറിയൂല. അപ്പൊ ഞങ്ങൾക്കൊരു വലിയ വിജ്ഞാനം തന്നു, എനിക്ക് ഉറപ്പുണ്ട്. എന്തത് അന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ വഅന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. ദീനാറും ദിർഹമൊന്നും അനന്തര സമ്പത്തായി വെച്ചിട്ടില്ല. ആര്? അംബിയാക്കൾ വെച്ചിട്ടില്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കൾ ഇവിടെ ബാക്കി വെച്ചത് ആരെയാണ്? ആലിമീങ്ങളെയാണ്. ആലിമിന്റെ കയ്യിലാണ് അംബിയാക്കളെ പണ്ടാരുള്ളത്. അതിൽ ഒരു ആലിം ഉറപ്പുള്ള വാരിസുൻ നബിയാണെന്ന് ഉറപ്പുള്ള ഒരാളെ ഈ കലുഷിതമായ സാഹചര്യത്തിൽ വഴിയറിയാതെ നടക്കുന്നവർക്ക് ഒരാളുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, പട്ടിണി കിടക്കുന്ന ഒരാളോട് ഇന്നാലിന്നെ ഖത്തറിലേക്ക് ഒരു വിസ വെറുതെ കിട്ടാണ്ടിട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ, അങ്ങനെ പോയി രക്ഷപ്പെട്ടാൽ അവൻ്റെ കുടുംബം അതുകൊണ്ട് പട്ടിണി മാറ്റിയാൽ യഥാർത്ഥ കാരണക്കാരന് കഴിക്കുന്ന ഓരോ ഉരുളക്കും ബന്നിൽ കൂരിട്ടുമല്ലോ. മനസ്സിലായില്ല? നമ്മുടെ കാലഘട്ടം നമുക്കെല്ലാം അറിയാം, പക്ഷെ എന്തറിയില്ല, ആരടുത്താണ് പോകേണ്ടതെന്ന് അറിയൂല. അതറിയില്ല. ഏതോ കാട്ടുപോയിരിക്കൽ തെറ്റല്ല. ഏതോ കാട്ടുപോയിരുന്നിട്ട് വെളിച്ചത്ത് വന്ന ആളല്ല എൻ്റെ ഷേഖ്. അവര് 1-ാം ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ അവരെന്ത് ചെയ്തു എന്നറിഞ്ഞ ആയിരങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കൈയിൻ്റെ തൗഫീഖ് ആ മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുമില്ല, അതൊരു വാക്യാണല്ലോ, ഒരു വാക്കില്ലേ? അല്ലോ അവരെ നിഷേധിക്കാതെ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അവർ വാരിസുൻ നബിയാണെന്ന കാര്യത്തിൽ ആൾക്കില്ല, ലോകത്തിന് തർക്കമില്ല. ഞാൻ തർക്കിച്ചിട്ട് കാര്യമല്ല, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അവർ മുജാദലയിലെ 11-ാം ആയത്തിൽപ്പെട്ട ഒരാളാണെന്ന കാര്യത്തിൽ ഇന്ന് ലോകത്തിന് തർക്കമില്ല. എന്ത്? യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അതിൽപ്പെട്ട ഒരാളാണ് ഈ ആൾ എന്ന കാര്യത്തിൽ ലോകത്തിന് ഇന്ന് തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒന്ന്, അപ്പം ഈ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ എന്ന് പറഞ്ഞ ആ ആളിൽ നിന്റെ പള്ളിയിലെ ഉസ്താദ് പെടുമെന്ന് നിനക്കറിയില്ല, പെടാതിരിക്കാം. എന്നാൽ ലോകത്തിന് എല്ലാവർക്കും സൂര്യനെ പോലെ വെളിവായി ആ ആള് ആ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ എന്ന പദവിയിൽപ്പെട്ട ആളാണെന്ന് ലോകത്ത് മൂക്ക് താഴെയുള്ള മനുഷ്യന്മാർ മുഴുവനും, മൂക്ക് താഴോട്ടായ മുഴുവൻ മനുഷ്യന്മാർ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ കയ്യിൽ കൈവക്കാൻ കഴിഞ്ഞാൽ നീ വാരിസുൻ നബിയുടെ കയ്യിൽ കൈവച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ. നബിയുടെ കയ്യിൽ കൈവക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. ഒരുപക്ഷെ നമ്മളതിന് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളില്ലാത്ത. നബിയുടെ കാലത്ത് ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഒരാൾ വേദനിക്കുന്നത് എന്നൊരു സദസ്സിൽ കൂടിയപ്പോൾ ഞാൻ അയാളോട് എനിക്ക് പറയാൻ തോന്നി, നിങ്ങൾക്കും എനിക്കൊക്കെ പറ്റിയ കാലത്തായിരിക്കും. നബിയുടെ കാലത്ത് ജീവിച്ചിട്ട് അബൂജഹലിന്റെ കൂട്ടത്തിൽ കൂടുന്നതിനേക്കാൾ നല്ലത് ഇക്കാലത്ത് ജീവിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ കൂടലല്ലേ. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബികൾ മാത്രമല്ലല്ലോ, ഭൂരിപക്ഷവും നബിക്കെതിരാണ്. എതിരാന്ന് പറഞ്ഞാൽ നബിയുടെ അടുത്തെത്തിയില്ല, എതിരാകലൊരു പ്രശ്നമല്ല. കുറെ ആളെതിരായി, അതൊന്നും വിഷയമല്ല.
ജീവിക്കുന്ന കാലത്ത് വഫാത്താകുന്ന 632 എത്ര ലക്ഷം വർഷം ജനങ്ങളുണ്ട്. എന്നിട്ട് ഹബീബിന്റെ അടുത്തെത്തിയതാ എത്ര ആളാ? 1.25 ലക്ഷം. അവർക്ക് ഭാഗ്യമുള്ളൂ, അവർക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. അവർക്ക് കയ്യിൽ കൈവെക്കാൻ വെച്ച ഭാഗ്യം. അങ്ങനെ കൈവച്ചാലുള്ള ഗുണം എന്താ മനസ്സിലായില്ല. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. നബിയുടെ കയ്യിൽ കൈവച്ചാൽ അയാൾ കൈവച്ചത് എങ്കിൽ വൈറസ് നബി അങ്ങനെ തന്നെയല്ലേ? മനസ്സിലായില്ല. ഇന്നിപ്പോ നബി നമുക്ക് കിട്ടാനില്ല, വേദനിച്ച് കരയ. ഒരു നിലക്ക് നമുക്ക് പറ്റിയ കാലം തന്നെയാണ്. എന്തുകൊണ്ട്? അക്കാലത്ത് കൂടിയാൽ നമ്മൾ ഊഹാപോഹങ്ങളും ഫിത്നയിലും പെട്ടിട്ട് കൽബ് കറുക്കുന്നതിനേക്കാൾ നല്ലത് ഈ കാലത്ത് ജീവിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ ആളാകലല്ലേ. ഇന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി ഇല്ലെങ്കിലും വാരിസു നബി നമുക്ക് മുന്നിൽ അല്ലാഹു തആല വെളിവാക്കി തരുകയും ചെയ്തു. നബിയില്ല, വാരിസു നബി നമുക്ക് വെളിവായതും ഇല്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്ന ആൾക്കും വാരിസു നബിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇനി ഒരു കാര്യം പറയാൻ പറ്റില്ല. വാരിസു നബിയെ ഉണ്ട് തന്നെ പറയാം. ഞാൻ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അടിച്ചാൽ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങൾ ആരാന്ന് പറയും. ഇതൊക്കെ ഞാൻ ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ മുന്നിൽ വസായിൽ അലാം നിങ്ങൾക്ക് അറിയിച്ചാൽ ഈ വലിയ ആൾ തന്നെയാണ്. പിന്നെ ലോകത്ത് ഏതൊരാളോട് ചോദിച്ചാലും വിവരമുള്ള ആളുകളൊക്കെ പറയും ഇത് വലിയ ആളാണ്. മാലിക്കി മദ്ഹബിൽ ഇതിനേക്കാൾ ഒരു വലിയ പണ്ഡിതൻ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടുള്ളതായി എൻ്റെ അറിവിലില്ല. ഇങ്ങനെ മുവഫഖായ ഒരാൾ ശർക്കിലും കിഴക്കും പടിഞ്ഞാറും ആകെ നീ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വാരിസു നബി ജീവിച്ചിരിക്കുന്നതായി എൻ്റെ അറിവില്ല. ഇൽമല്ലേ മനുഷ്യൻ പണ്ഡിതന്മാർ കൈമാറേണ്ടത് വിജ്ഞാനല്ലേ? ഇത്ര വിജ്ഞാനം അടുത്ത തലമുറക്ക് കൈമാറിയ ഒരു മനുഷ്യൻ എൻ്റെ അറിവിൽ ഇന്ന് ലോകത്തില്ല. അപ്പൊ നിങ്ങൾക്കിനി പറയാൻ പറ്റൂല ഞാൻ അറിയില്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. ഞാനത് അറിയില്ല എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ ആളെ ഞങ്ങൾക്ക് അറിയിച്ചെന്ന അതിൻ്റെ തൗഫീഖാണ്. അതൊരു തൗഫീഖാണ്. അതെ ഞാൻ കരിഞ്ഞു പോയത്. ഇത് ഞാൻ എടുക്കേണ്ട പണിയല്ലല്ലോ. എന്നിട്ട് ഈ അജാലായ വിവരല്ലായ്മ കൊണ്ട് ജീവിക്കണം ഇന്നെ ഏൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരിഞ്ഞു പോയി. നാളെ അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ ഇന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് വഅന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാഇ വമൻ ഫിൽ അർളി ഹത്തൽ ഹൈതാനി ഫിൽ മാഇ. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും കടലിലെ മത്സ്യങ്ങളടക്കം മുറുക്കലിനെ തേടുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതാ ഭാഗ്യം. എല്ലാ സമാനിലും അമ്പിയാക്കൾ ഉണ്ടാവില്ല, പക്ഷെ വാരിസു നബി ഉണ്ടാവും. വാരിസു നബിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഭാഗ്യം. വാരിസു നബി ഇല്ലാതിരിക്കില്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. വാരിസു നബിയെ പരിചയപ്പെട്ടവരും പരിചയപ്പെടാത്തവരും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആരായി? വാരിസു നബിയെ ഉറപ്പായിട്ടും വാരിസു നബിയെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങളിഷ്ടം. എനിക്കത്ര ഉത്തരവുള്ളൂ. ഞങ്ങൾക്ക് പറഞ്ഞു തന്നു വാരിസു നബിയാണ്. സംശയിക്കേണ്ട വാരിസു നബിയാണ്. അതുപോലെ വിജ്ഞാന പ്രസരണം ചെയ്ത ഒരു പണ്ഡിതൻ ഇന്ന് അഹ്ലുസുന്നയിൽ ജീവിച്ചിരിപ്പില്ല. ഇന്ന് എൻ്റെ അറിവില്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ മഹാപണ്ഡിതന്മാരിൽ ഒരാളായ ഹബീബ് അലി ജിഫിരിയുടെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു. ആ മനുഷ്യൻ ഇരിക്കുന്നത്, ഈ മനുഷ്യൻ കസേരയിരിക്കുമ്പോൾ ഹബീബ് അലി ജിഫിരി എന്ന അഹ്ലുസുന്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇരിക്കുന്നത് ഈ മനുഷ്യൻ്റെ കാലിൻ്റെ ഉള്ളിലാണ്, തറയിലാണ്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല. ബഹുമാനപ്പെട്ട ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്തുണ്ട്. ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്തുണ്ട്. ആ ആയത്തെ എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത്. ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്തുണ്ട്. ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്ത് അത് പേടിക്കേണ്ട ഒരു ആയത്ത്. 6-ാമത്തെ ആയത്ത് ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്ത് എന്താ? ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്തുൻ. കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആയത്തുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാത്ത ആയത്തുണ്ട്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. فأما الذين في قلوبهم زيغ, ആരുടെയൊക്കെ ഹൃദയത്തിൽ വക്രതയുണ്ടോ അവരോ ഫയത്തബിഊന മാ തശാബഹ, തിരിച്ചറിയാത്ത ആയത്തിന്റെ പിന്നാലെ പോകും. ഇഷ്ടം പോലെ ഇവിടെ എന്തുണ്ട്, തിരിച്ചറിയുന്ന ആയത്തിന്റെ അതിന്റെ പിന്നാലെ പോയി രക്ഷപ്പെടാം. ഫഅമ്മല്ലദി, പിന്നെ എന്തുകൊണ്ടാണ് അവൻ തിരിച്ചറിയുന്ന ആയത്ത് കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ടും അതൊന്നും നമുക്ക് തിരിയില്ല എന്ന് പറഞ്ഞാൽ പോയത് എന്തുകൊണ്ടാണ്? ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഖുൻ, അവന്റെ ഹൃദയത്തിൽ എന്തുണ്ട്?
വക്രത അതിനെ തൊട്ടി നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. വക്രത ഇല്ലാത്തവരാണ് നീ എന്ന് പറഞ്ഞത്. ഇതിൽ വക്രത ഇല്ല. വിമർശിക്കാൻ നടക്കണ്ട. ആ തിജാനിയത്തെ നീ ചേരാനും ഒക്കെ നിന്റെ ഇഷ്ടം, അതൊക്കെ ഇഷ്ടം. ഓരോന്ന് മനുഷ്യന്മാർ പറയും നമുക്കതൊന്നും വേണ്ട, നമ്മളെ ത്വരീക്കത്തിന്നാലിന്റെ സംഘടനയാണ് അങ്ങനെ പറഞ്ഞു തന്നാൽ ആയിക്കോട്ടെ, എത്തുന്നിടത്തെത്തും. പക്ഷെ ഇത് ഉറപ്പായിട്ടെത്തും. ചില ആളുകൾ പറയും എന്റെ ത്വരീക്കത്ത് സംഘടനയാണ്, ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ വിരോധമല്ല. ആ സംഘടനയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ത്വരീക്കത്തുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിനക്ക് മാത്രം സംഘടന ത്വരീക്കത്താണ്? സംഘടനയാണ് ത്വരീക്കത്ത് എങ്കിൽ അതിന്റെ മുൻഗാമികൾക്ക് ത്വരീക്കത്ത് ഒഴിവാക്കണ്ടേ? നമുക്ക് സംഘടന ഉണ്ടായ തുടങ്ങിയ ത്വരീക്കത്ത് വേണ്ടതാണ്. ആ സംഘടനയിൽ അറിയപ്പെട്ട മഹാന്മാർക്കൊക്കെ എന്തുണ്ട്? സംഘടന ഒരിക്കലും ത്വരീക്കത്തല്ല. ഒക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല മാർഗങ്ങളാണ്, ഒന്നും തെറ്റില്ല. ത്വരീക്കത്താവൂല. ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വറസത്തുൽ അംബിയാനെ കൊണ്ട് നിറച്ചുകൊടുത്തതാണ്. എല്ലാ ആളുകളുണ്ടാവും. അവൻ നമ്മൾ പിന്നെ അങ്ങനെ ശരിയല്ല അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കണ്ട. എന്തിനാ ഞാൻ ഇപ്പൊ ഹബീബ് അലി ജിഫ്രി ഈ കാലിന്റെ ചോട്ടിൽ ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണിച്ചെന്നാ? എന്തിനാ? എനിക്കൊരു ഉദ്ദേശമുണ്ട്. സുന്നിയായ ആളിഞ്ഞ് എതിര് പറഞ്ഞ് നടക്കണ്ട. അതങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ് നടക്കണ്ട. ഇയാളൊരു മോശപ്പെട്ട ആളെന്ന് പറഞ്ഞ് നടക്കണ്ട. ഞാൻ കുരുത്തക്കൂടും കൂടി വാങ്ങണ്ട. എന്തുകൊണ്ട്? ഇന്ന് ലോകം കണ്ട അഹ്ലുസുന്നയിലെ സുഅമാക്കളായ മനുഷ്യന്മാരൊക്കെ വന്നിട്ട് ഈ മനുഷ്യന്റെ കാലിന്റെ ചോട്ടിലിരിക്കുകയാണ്. പിന്നെ ആ മാർഗം തെറ്റാന്ന് ഇജ്ജ് സുന്നിയായി പറഞ്ഞു നടക്കണ്ട. മുബ്തദീങ്ങളെ വിമർശിക്കും. മുബ്തദീങ്ങളുടെ സൈറ്റ് എടുത്തിട്ട് ഇതിനെ വിമർശിക്കാൻ നടക്കണ്ട. മനസ്സിലായില്ല? മുബ്തദീങ്ങൾക്ക് കുറ്റം തീർന്നൊരു സുന്നി ലോകത്തുണ്ടാവില്ല. അപ്പൊ അവരെ സൈറ്റിലും അവരെ കിതാബിലും ഒക്കെ ഈ ഇത്തരം മാന്മാരെ വിമർശിക്കും. അതിട്ടിടിച്ച് വിമർശിക്കാൻ നടക്കണ്ട. അവർക്ക് കുറ്റം തീരനല്ല. അവർക്ക് എന്താ പറ്റി പോയത്? അവരുടെ ഹൃദയത്തിൽ വക്രതയാണ്. അതുകൊണ്ട് തിജാനി മാർഗത്തിനെ ആക്ഷേപിച്ച് നടക്കണ്ട. അത് കുടുങ്ങിപ്പോവും. ചേരലും ചേരാതിരിക്കലും ചേർന്നുകൊണ്ട് എനിക്കൊരു കാര്യമല്ല. ഞാൻ ആ മനുഷ്യൻ എന്നോട് ഏൽപ്പിച്ചതാണ്. എൻ്റെ നാട്ടിൽ ആരെങ്കിലും എൻ്റെ ഈ മാർഗം ശരിയായ മാർഗം അന്വേഷിച്ച് വന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങളെ വഴിയായി കിട്ടിയ മാർഗത്തെ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ എൻ്റെ സമ്മതപ്രകാരം കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അവർക്ക് പല ആളുകളും ഈ കൂട്ടത്തിൽ പല ആളുകളും എൻ്റെ കൈ പിടിച്ചവരുണ്ട്. അതിൻ്റെ ഉത്ഭവരല്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ. മനസ്സിലായില്ല? ഞാൻ ആർക്ക് ഈ മാർഗം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അവരോട് പറയാറുള്ളത് ഷെയ്ഖ് ഇബ്രാഹിം സ്വാലിഹ് ഹുസൈനി എന്ന ലോകം കണ്ട മഹാന്റെ പരിശുദ്ധമായ കൈയിൻ്റെ പകരക്കാരനായി അല്ലെ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞത്? വന്നിരുന്ന ആളുകൾ അവർക്ക് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ കൈയല്ല, എൻ്റെ കൈ ഒരു ചെറിയ അടയാളം മാത്രമാണ്. ഒരു വടി പിടിക്കണ മാതിരി കണക്കാക്കിയാൽ മതി. ഇന്നത് ഏൽപ്പിച്ച ഒരാളെ കൈയുണ്ട്, ആ ആളിനെ ഏൽപ്പിച്ചതാണ് പറഞ്ഞു കൊടുത്താളാം. പിൻവലിച്ചിട്ടില്ല. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് എന്നെ കാണന്നെ വേണ്ട. അങ്ങനെ വേറെ ആളുകളുണ്ട് ഇവിടെ കേരളത്തിൽ, ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ടവരെന്ന് സ്വീകരിച്ചവരും ഷെയ്ഖ് മൂസ അബ്ദുൽ ഹുസൈൻ റളിയല്ലാഹു അവരെന്ന് സ്വീകരിച്ചൊക്കെ തിജാനി മാർഗത്തെ ആക്ഷേപിച്ച് നടക്കണ്ട. അത് ശരീഅത്തിന്റെ മാർഗ്ഗം. അതിലൊരു കാട്ടിൽ നിന്ന് വെറ്റില തിന്ന് തുപ്പിയിട്ട് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന മാർഗ്ഗമല്ല അത്. അത് ശരീഅത്തിന്റെ മാർഗ്ഗം. മഹാനായ ഷെയ്ഖ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞത് ഇദാ സമിഅതും അന്നി ഷൈഅൻ ഫസിനുഹു ബിമീസാനി ശറഅ ഇൻ വഫഖ ഫഖുദു വഇല്ല ഫത്റുകു. ഞാൻ ഇന്നാലിന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരാൾ എനിക്ക് കാലത്തോ എനിക്ക് ശേഷം നിങ്ങളോട് പറഞ്ഞാൽ ഫസിനുഹു ബിമീസാനി ശറഇ, ആ വാക്ക് എന്നിൽ നിന്ന് വന്നു എന്ന് നിങ്ങൾ കേട്ട വാക്ക് നിങ്ങൾ ശരീഅത്തിന്റെ ത്രാസിലിട്ടൊന്ന് തൂക്കി നോക്കണം. ഇൻ വഫഖ ഫഖുദു, ശരീഅത്തിനോട് യോജിച്ചാൽ മാത്രം എടുത്താൽ മതി. എന്തുകൊണ്ട് ശരീഅത്തിനോട് യോജിക്കാത്തൊരു കാര്യവും ഞാൻ പറയില്ല, കളവായിരിക്കും. എന്താ പറയുള്ളത്? 25 കൊല്ലം നിസ്കരിക്കാതെ കുത്തിരുന്നാൾ പുറത്തുനിന്ന് നിസ്കരിക്കാത്ത തെറ്റാണോ? അത് അവർക്ക് അവരെ ന്യായം ഉണ്ടാവും. ഇതിലതല്ല, ഇതിൽ നിസ്കരിക്കാത്തൊരു ഇമാമില്ല. തിജാനിയത്തിന്റെ ചരിത്രത്തിൽ നിസ്കരിക്കാത്ത മജ്ദൂബായ ഒരാളെ ഒരു ഇമാമിന്റെ ചരിത്രം തിജാനിയത്തിലില്ല. ഇല്ലെന്നെ. ഇത് ശരിയാത്താണ്. അതിലെ ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കണ്ട. എൻ്റെ അങ്ങനെ അവസാനത്തെ ദിവസം ഹിജ്റ 1230 ശവ്വാൽ മാസത്തിന്റെ 17 സുബഹിക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ വഫാത്തായിട്ട്. സുബൈന് വാങ്ങി സുബൈ നിസ്കരിച്ച് വഫാത്തായി. നീ എന്താ പറയുന്നത്? ഒരു വഖത്ത് നിസ്കാരം അഹ്മദ് തിജാനി തങ്ങൾക്ക് കളായിട്ടില്ല, ഇബ്രാഹിം സാലിഹ് തങ്ങൾക്ക് കളായിട്ടില്ല. എന്താ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? 25 കൊല്ലം കാട്ടില് ശരിയാത്തൊന്നും ഇല്ലാതെ മുണ്ടില്ലാതെ ഇരിക്കണവരില്ലേ? അവരെ ഞാൻ കുറ്റെന്ന് പറയില്ല, അവർക്ക് അവരുടെ ന്യായം ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുഭത്താണ്. ഇത് എന്താണ് അതിലൊന്നും ഇത് പെടൂല. ഇത് പൂർണ്ണമായി എന്ത് തന്നെയാണ്? ശരിയാത്താണ്.
അവർ മാർഗത്തെ നീ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം തിജാനിയത്താണ്. ശരിയത്തില്ലാത്ത ഒന്നും തിജാനിയത്തിലുണ്ടാവില്ല. അഹമ്മദ് തിജാൻ തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് ശരിയാ, ഇത് അത്വരീഖത്ത് ബിശ്ശരിയ. തിജാനിയത്ത് എന്നാൽ അത്വരീഖത്ത് ബിശ്ശരിയ, ശരിയാത്തും കൊണ്ടുള്ള ത്വരീഖത്താണ് തിജാനിയത്ത്. എന്നോട് കൈ പിടിച്ചപ്പോൾ പറഞ്ഞ ശരിയാത്തനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതായത് വല്യപ്പ കൽപ്പിച്ചത് പ്രകാരം ഞാൻ നിന്നോട് എന്ത് കൽപ്പിച്ചു? ശരിയാത്ത് ഒഴിവാക്കിയതൊരു കാലത്തും. അപ്പൊ ശരിയാത്തിന്റെ തുര്യക്കത്താണ് എന്ത്? തിജാനിയത്ത്. ഒന്നുമില്ല, ഒരു ഖുറാഫാത്തുമില്ല, ഒന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ചേരലും ചേരാതിരിക്കലും നിങ്ങൾ ഇഷ്ടമാണ്. അവരെ പ്രേരിപ്പിക്കുന്നല്ല. കല്ല് കയ്യിലുള്ളത് കൊണ്ട് 2011 മുതൽ എൻ്റെ കയ്യിൽ മാണിക്കക്കല്ലുണ്ട്. ആ മാണിക്കക്കല്ല് വാങ്ങിയ ഒരുപാട് ആളുകൾ കൂടുതലുണ്ട്. ആ മാണിക്കക്കല്ല് എന്നെ ഏൽപ്പിച്ചത് ഈ മാണിക്കക്കല്ലാണ്. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എനിക്കിതൊരു ലാഭമില്ല. എന്നാൽ ലാഭമുണ്ട് ഒരാൾക്കെങ്കിലും നല്ലത് പറഞ്ഞിട്ട്. ഇന്ന് കലുഷമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്തിനെ തുടരണം, ആരെ തുടരണം, ആരെ കൈപിടിക്കണം എന്ന് ഭൂമിയിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. മുസ്ലിങ്ങൾക്കും അറിയില്ല, മറ്റുള്ളവർക്ക് ഏതായാലും അറിയില്ല, മുസ്ലിങ്ങൾക്കും അറിയില്ല. അപ്പോൾ അല്ലാഹു വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹ്. ഒരു ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിൽ അവരുടെ മാറ്റത്തെക്കുറിച്ച് ബാക്കി കുറച്ചും കൂടി പറയും ഇൻഷാ അല്ലാഹ്. ഒരു 3 ക്ലാസ്സെങ്കിലും അവർ മാറ്റത്തെ പരിചയപ്പെടുത്തുക, പിന്നെ അവർ മശായിഖന്മാരെ പരിചയപ്പെടുത്തുക. പിന്നെ പാരലായി നമ്മൾ 3 ക്ലാസ് കഴിഞ്ഞാൽ 4ാമത്തെ ക്ലാസ് നഹ്ജുൽ ഹമീദിൽ നമ്മൾ ശരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ കൊല്ലങ്ങൾ അങ്ങനെ നീണ്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ കാര്യങ്ങളോടൊക്കെ ആത്മാർത്ഥമായി ഇപ്പോൾ 3 ക്ലാസ് തുടർച്ചയായി നടത്തും. എന്തുകൊണ്ട്? മഹാനെ പരിചയപ്പെടുക എന്നുള്ളത് 1ാം ഭാഗമാണ്. പിന്നെ നമ്മുടെ സൗകര്യപ്പുറം എല്ലാവരും തീരുമാനിക്കുന്ന പ്രകാരം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറാക്കി തരട്ടെ. ഇതിൻ്റെ പിന്നിൽ ഹക്കല്ലാത്തൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഹക്കല്ലാത്തൊരു വാക്ക് പറയൽ എനിക്ക് ഉദ്ദേശമില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ, അള്ളാഹുവിൻ്റെ മൗഖിഫിൽ ഈ വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടാൻ പരിചയപ്പെടേണ്ട അല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് എന്നതിൽപ്പെട്ട ഒരാളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയുകൊണ്ട് നീ മോശപ്പെട്ടവനാണ്, നിന്നെ നരകത്തിലേക്ക് എറിയേണ്ടവനാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ ഊത്തുൽ ഇൽമ ദറജാത്തിൽപ്പെട്ട ഒരാളെ നീ പരിചയപ്പെടുത്തിയുകൊണ്ട് നിന്റെ ദോഷങ്ങളൊക്കെ ഞാൻ പുറത്ത് റബ്ബ് പറയലല്ലാത്ത ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ എനിക്കില്ല. وما توفيقي إلا بالله عليه توكلت وإليه أنيب ربنا الله سبحانه وتعالى എല്ലാവർക്കും പുറത്തു തരട്ടെ. കണ്ടെത്തുണ്ടോ അവരെ കണ്ടെത്താനും അവരെ കൈ പിടിക്കാനും അവരെ മാർഗത്തിൽ ചേരാനും എന്നിട്ട് അഹങ്കരിക്കാതെ നല്ലവനായി ജീവിക്കാനും കൈ പിടിച്ചാൽ പോരാ. അവർ ഏതൊരു മാർഗത്തിൽ അവർ തെസ്കിയത്തുണ്ട്, ആ തെസ്കിയത്ത് പോലെ നമ്മൾ ജീവിക്കണം. അല്ലാഹു തആല കണ്ടവരെ മുഴുവനും കഫറാക്കുക, കണ്ടവരെ മുഴുവൻ മോശപ്പെട്ടവരാക്കുക. ഇതൊന്നും നമ്മുടെ രീതിയല്ല. മുബ്തദിഅനെ ആക്ഷേപിക്കുന്ന പ്രഭാഷണമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ദീനിന് വേണ്ടിയല്ലാത്തൊരു ലക്ഷ്യമില്ല. എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ മാപ്പ് പറയാൻ മടിയില്ലാത്തൊരു മനസ്സുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഒന്നും നിറഞ്ഞവരല്ല, നമ്മളൊക്കെ വളരെ മോശപ്പെട്ടവരാണ്. ഇന്നെ വേറൊരാളെ പറ്റി എനിക്കറിയില്ല, ഞാൻ മോശപ്പെട്ടവരാണ്. നന്നാകണം എന്നല്ലാതെ ലക്ഷ്യമില്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മണ്ണിൽ കിടക്കുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഈ ക്ലാസിൻ്റെ സവാബിനെ ഞാൻ ഹദിയാക്കുകയാണ്. ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ച് 1ാം ഗഡു പണം അടച്ചിട്ട് മരണപ്പെട്ടു പോയ എൻ്റെ പാവപ്പെട്ട അമ്മായിമാർക്ക് വേണ്ടി അള്ളാഹു അവരുടെയൊക്കെ ദർജകൾ ഏറ്റി കൊടുക്കട്ടെ. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പിന്നെ ഈ ക്ലാസ് 2000 നവംബർ 5-ാം തീയതി തുടങ്ങിയ ക്ലാസിൻ്റെ ഒരു തുടർച്ചയാണ്. അന്ന് മുതൽ ഈ ക്ലാസ്സിൽ വന്ന് ആയിരക്കണക്കായ സ്വാലിഹ്യങ്ങൾ മരിച്ചു. അവർക്കൊക്കെ അള്ളാഹു തആല അതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദർജകളൊക്കെ അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നല്ല മനസ്സോടുകൂടിയിരുന്ന ആയിരക്കണക്കായ സ്വാലിഹ്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. പുഞ്ചിരിച്ച് മരിച്ച അനവധി ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ആ പരിശുദ്ധ സന്തോഷത്തിൽ കൂടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ വാരിസ്യങ്ങളായ ഇവരുടെ കോന്തല പിടിച്ചിട്ട് നടക്കാൻ നാളെ പരലോകത്ത് നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ وألحقنا بالصالحين. اللهم اغفر لجميع أمة محمد. اللهم انصر جميع أمة محمد. اللهم ارحم بجميع أمة محمد. اللهم تجاوز عن جميع أمة محمد. اللهم أيد جميع أمة محمد. اللهم أد ديون جميع أمة محمد. اللهم أد ديون جميع أمة محمد. اللهم أد ديون جميع أمة محمد. اللهم كن مع جميع أمة محمد وجعلنا من خيار أمة محمد في الدنيا والآخرة، خاصة يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم.
ഈ കേരളത്തിലെ മൂത്തടുത്തിരിക്കുന്ന എനിക്ക് ആവശ്യമായ കിതാബുകളും എവിഡൻസും ഒക്കെ അയച്ചു കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷെയ്ഖ് മൂസ അബ്ദുള്ള ഹുസൈൻ തങ്ങളിൽ നിന്ന് കത്ത് എത്തിച്ചു തന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലരുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല സന്തോഷവും സൗഖ്യവും സമാധാനവും ദുനിയാവും ആഖിറത്തിലുള്ള നേട്ടവും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അവൻ്റെ റഹ്മത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ഒരാളെയും അല്ലാഹു ആട്ടാതിരിക്കട്ടെ. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.